നീ ഫ്ലെക്സ് വലിച്ചു കിട്ടിയാ? ഇല്ല, ഞാൻ കിട്ടിയില്ല. നീ എനക്ക് ഞാൻ പറഞ്ഞു. ചെല്ല് പെട്ടെന്ന് ചെല്ല്. എവിടെ പോണു? ഈ ഫ്ലെക്സ് ആമരം കണ്ട ചെന്ന് അവിടെ കൊണ്ടേ പെട്ടെന്നോ. ഇങ്ങോട്ടുണ്ട്. നല്ല ഫ്രെയിം ആയിട്ട് ചരിച്ചല്ലേ തിരിച്ചു വേടേ. അടികളെ പെട്ടെന്ന് നീ ഒരു കയറും കൂടെ വെച്ച് കെട്ടിയാണ്. പെട്ടെന്ന് സമയമില്ല. അതിൽ കെട്ടിയായി അങ്ങനെ. ഓക്കെയാണ്. നീങ്ങ വാ, അടുത്ത പരിപാടി ഒക്കെ. ചെല്ല് പെട്ടെന്ന് ചെല്ലണം കേട്ടാ. ഇതൊക്കെയാണോ? എന്റെ പൊന്നഞ്ചു, ഇങ്ങനല്ല എഴുതാൻ പറഞ്ഞ ഞാൻ. ആ ടീച്ചർ പറഞ്ഞല്ലേ എങ്ങനെ എഴുതാനൊന്നും. കറക്റ്റ് ചെയ്ത് വാങ്ങിച്ചോണ്ട് വാ പെട്ടെന്ന്. നോക്കിയൊക്കെ ഇറങ്ങണടേ. അഞ്ചു വാ. ഹലോ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. പുസ്തക പ്രവേശനത്തിനായി മന്ത്രിയല്ലോ രാജു സാറിനെയും അത് ഏറ്റുവാങ്ങാനായി MLA സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ വാക്കുകൾക്ക് വളരെ നന്ദി. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് എന്താ ഇത്? ഫ്രഷാ, ഇപ്പോഴേ ചേർത്താ. പഠിച്ചോ. ഇത് തന്നെ ഇവിടെ പഠിച്ചെടുക്കാൻ വയ്യ, അപ്പോഴാ ഫ്രഷ്. ഒന്നും കുഴപ്പമില്ല, പഠിച്ചോ. ഗ്രീഷ്മ ഇല്ലടാ ഇല്ല. ഞാൻ വിളിക്കാം. എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല പ്ലീസ്. MLA വരാൻ ലേറ്റ് ആവും. സാർ അവിടെ പോസ്റ്റ് ആണ്. സാറിന് ചവിടുക്കാൻ പോണാരാണ്? രേണുയുടെ വീട്ടിലോട്ടെ പെട്ടെന്ന് ചെല്ലാൻ പറയാം. 2 പയ്യന്മാരെ വിളിച്ച് പെട്ടെന്ന് സെറ്റ് പാസ്സാക്കിയോ. എക്സ്ക്യൂസ് മീ സർ. നമസ്കാരം സാർ. MLA കഴിഞ്ഞ പ്രോഗ്രാമിന് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോ എത്തിയാലുടനെ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ആയിക്കോട്ടെ. സാർ, സാറിൻ്റെ പുതിയ പടം ഏതാ സാർ? പുതിയതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. അതിലെന്തെങ്കിലും ഒരു വേഷം തുടങ്ങട്ടെ, അപ്പോൾ കോണ്ടാക്ട് ചെയ്യൂ. ശരി സാർ. കുട്ടിയപ്പനും ദൈവദൂതരും.
ആ ഒരു ചായ. ആ ഇപ്പം തരാം. വായിച്ചേക്ക് മതിയടേ. ഒരു ചായ. എന്നാ ചായ ഒന്നും ആയില്ലേ? വേറെ പോയിട്ട് ഒരുപാട് പണികളുള്ളതാണ്. ഒരു ചായ. ആ എന്താ ശരി. ആരെങ്കിലും കാത്തുക്കാണ് സാറേ. ആ പറ. നീ വിഷമിക്കാതെ, വൈകിട്ട് ഒരാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കേക്കാൻ വയ്യ, ഞാൻ വിളിക്കാം. ഓ വീട്ടിൽ നിന്ന് ഭാര്യ. സാറിന്റെ വീട് എവിടെ? അത് കുറച്ച് ദൂരെയാ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ വല്ലാത്തൊരു ആശ്വാസം അല്ല സാറേ? അങ്ങനെ ആകണമെന്നില്ല. സാറേ, ഒരായുസിന്റെ മുഴുവൻ സന്തോഷവും നമ്മുടെ ഈ കൈവെള്ളയിൽ അനുഭവിച്ചിട്ടുണ്ട്. അന്തിമാനച്ചോപ്പിനുള്ളിൽ രാവുമായും നേരമതിൽ ഒരു കനവേറി നമ്മൾ ഒന്നു ചേർന്നിടാം. മെഴുതിരി പോലെ എന്നിൽ നാളമായി നീയും മെല്ലെ തെളിയും നേരം നിൻ പ്രാണനായിടാം. ഏതോ രാവിൻ്റെ കനവായി നീ വന്നു, മനസ്സിൽ തേൻ മഴയായി പൊഴിയും നീയേ. ദൂരെ മായല്ലേ, അരികെ ഞാനില്ലേ, ഇനി എന്നിഷ്ടം നിൻ കാതിൽ ചൊല്ലാം. ഹിമഗണമായെന്നിൽ മോഹങ്ങൾ ചിറകേറുമ്പോൾ കുളിരല പോലെന്നിൽ നിൻ കൈകൾ
നീ എൻ്റെ മൗനത്തിൻ നീളം തേടും ഒരു മനമായിന്നു നാം ഒന്നായി ചേരും രാവിൽ അന്തിമനച്ചോപ്പിനുള്ളിൽ രാവുമായും നിരമതിൽ ഒരു കനവേറി നമ്മൾ ഒന്നു ചേർന്നിടാം മെഴുതിരി പോലെ എന്നിൽ നാളമായി നീയും മെല്ലെ തെളിയും നേരം നിൻ പ്രാണനായിടാം വെള്ളാരം കുന്നിലെ മൂവന്തി മായവേ കുഞ്ഞോമൽ കാറ്റിൻ കാതിലണിയാം മണികൾ കുന്നോളമാശതൻ ചെപ്പൊന്നു കാട്ടിടാം കുഞ്ഞോമനയ്ക്കു നല്ല കഥകൾ തേടാം തളിരിടും ചില്ലയൊന്നിൽ പുലരികൾ വന്നിടുന്നേ കൊഴിയും മഞ്ഞിനുള്ളം തേടാം പതിയെ ഏതോ രാവിൻ്റെ കനവായി നീ വന്നു മനസ്സിൽ തേൻ മഴയാൽ പൊഴിയും നീയേ ദൂരെ മായല്ലേ അരികെ നാമില്ലേ ഇനി എൻ സ്വപ്നം ഞാൻ പകരം നൽകാം ഹിമഗണമായെന്നിൽ മോഹങ്ങൾ ചിറകേറുമ്പോൾ കുളിരല പോലെന്നിൽ നിൻ കൈകൾ പുണരും പോലെ കളമൊഴി നീ എൻ്റെ മൗനത്തിൻ നീളം തേടും ഒരു മനമായിന്നു നാം ഒന്നായി ചേരും രാവിൽ അന്തിമരച്ചോപ്പിനുള്ളിൽ രാവുമായും നിരമതിൽ ഒരു കനവേറി നമ്മൾ ഒന്നു ചേർന്നിടാം മെഴുതിരി പോലെ എന്നിൽ നാളമായി നീ ഇന്നലെ തെളിയും നേരം നിൻ പ്രാണനായിടാം എന്താടി എന്തോടി അതൊക്കെ പറയാ അച്ഛൻ വാ നീ വിട് ആദ്യ കാര്യം പറ എന്നിട്ട് വരാം അച്ഛനെ മിസ്സിന് കാണണം അത്രേ ഉള്ളൂ മിസ് വേഴ്സ് യുവർ ഫാദർ? എടഗിരി നീയോ? എന്നെ മനസ്സിലായോ? എടി സാറാമേ നീ ഇവിടുത്തെ ടീച്ചറാ? തുമ്പി ഗോ ടു യുവർ ക്ലാസ് റൂം. എടാ സ്കൂളിൽ വെച്ച് ഇങ്ങനൊന്നും വിളിക്കല്ലേ, സേറ അങ്ങനെ വിളിച്ചാൽ മതി. ശരി സാറാമിസേ. നീ എന്താടാ ഇങ്ങനെയൊക്കെ? നമ്മൾ കോളേജിൽ നടന്ന പോലൊന്നും അല്ലടോ, ഇതാണ് ജീവിതം. അതൊക്കെ പോട്ടെ, കോളേജ് കഴിഞ്ഞിട്ട് ഒരു വിവരമില്ലല്ലോ. അനു? ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. അതിനുശേഷം വീട്ടുകാരോട് പോലും ഒരു കോണ്ടാക്റ്റും ഇല്ല. ജീവിതം എത്ര പെട്ടെന്നല്ലേ മാറുന്നേ. പണ്ടൊരു സമരത്തിന് ലീവ് തരാത്തതിന് പ്രിൻസിപ്പൽ ഓഫീസിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സഖാവാണി നിൽക്കുന്നത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ അനുവും മോളും അവരാണ് എന്റെ എല്ലാം. പിന്നെ അവളെ തോപ്പിച്ചേ? ആ അത് പിന്നെ ഈ പപ്പയുടെ മോളല്ലേ,
അതിന്റെ കുറച്ച് കുസൃതി കയ്യിലുണ്ട്. ഡോ വരി, ഇനി ഞാൻ നോക്കിയോളാം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്ക് ദിവസം വീട്ടിലോട്ട് ഇറങ്ങും. അനുവിനെ കാണാലോ. ഓക്കെ ഷുവർ. ആ ശരി. എന്തോന്ന് എന്റെ ഹലോ മോളൊന്ന് കഴിച്ചോ? ആ ഇതിന് പിന്നെ ആഹാരവും വേണ്ടല്ലോ, ഇരുന്ന് വേറെ ഇറങ്ങി കാണും. എന്നാ പിന്നെ അതിന്റെ അകത്തോട്ട് എറിയടി. ചുമ്മാ ഇരിടി. എന്നാ പിടിച്ചോ. ഹലോ. ആദ്യം ഒരു 100 ചെന്നേ. നിന്റെ പങ്ക്. നിങ്ങളാ ഈ കൊച്ചിനെ വഷളാക്കുന്നേ. നീ അങ്ങനെയൊന്നും പറയണ്ട. കുറെ വർഷമായിട്ട് നീ എന്റെ കൂടെ ഉണ്ടല്ലോ, എന്നിട്ട് നീ വഷളായോ? ഇല്ലല്ലേ? എന്നെ കൊണ്ടൊന്നും പറയരുത്. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് വല്ലതും അറിയോ? കാണ കാണ കാണ. ആ ഇതാ ഞാൻ നിങ്ങളോടൊന്നും പറയാതെ. അച്ഛാ എണീക്ക് അച്ഛാ. അച്ഛ ഒന്ന് എണീക്ക്. അച്ഛ എണീക്കാൻ ഒന്ന് എണീക്ക്. അച്ഛാ എണീക്ക് അച്ഛാ. കുറച്ച് ഇപ്പൊ ശരിയാക്കി തരാം. സമയം എത്രയെന്നറിയാമോ? കഷ്ട. 10 മിനിറ്റ്. വേഗം റെഡി ആയിക്കോ. അയ്യോ എണീറ്റോ? ആ പല്ലെങ്കിലും തേച്ചോ? ഓ ഇനി രണ്ടിനെ പിടിച്ചാ കിട്ടില്ലല്ലോ. നാട് മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് നടന്നോളും. അതങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാ പിന്നെ നീയും കൂടെ പാടി. എനിക്ക് വേറെ ജോലിയുണ്ട്. ആ അറിയാം, സീരിയലാണല്ലേ. നല്ല ഉന്നം. ആദ്യം പോയി അറിയാൻ വേണ്ടി ഭാഗ്യം ഒന്നും കൊണ്ടില്ല. അച്ഛനും കൊള്ളാം മോളും കൊള്ളാം. അയ്യോ ഇനി ഇതിനെ വരിക്കണമല്ലോ. അതായത് കൂടുതൽ പറഞ്ഞാലേ നമ്മള് തമ്മിൽ തെറ്റും. വണ്ടിയിടാൻ. ദൈവമേ, മൊത്തം കളിപ്പാണല്ലോ. ഓടാ. അച്ഛാ അവരെ വിടില്ലേ അച്ഛാ. മോള് പിടിച്ചിരുന്നോ? പിടിക്ക് പിടിക്ക്. പോ പോ. സ്പീഡിൽ പോ. ഇന്ന് മാർക്കറ്റാണ് പൊട്ടിച്ചിട്ടിന്റെ കാര്യം. അത്
കാണാനില്ല, പോയെന്നു തോന്നുന്നു. വണ്ടി എടുത്ത് മാറ്റാ. ചെല്ല്. ആ ഗ്ലാസ് ഒന്ന് അതൊന്നും വേണ്ട, അങ്ങ് പോയാ മതി. എന്തിനും തയ്യാറായിരുന്നു. ഇതിനെത്ര ടയർ? 2 അതിനോ 3 അതിനേക്കാൾ ഒരെണ്ണം കുറവല്ലേ? അപ്പൊ ഇത്ര അഹങ്കാരം പാടില്ല കേട്ടാ. ഹെൽമെറ്റ് എടുത്തിട്ടാ. എങ്ങനെയുണ്ട്? ഓക്കെ. ആ, വലിയ കുഴപ്പമില്ല. അച്ഛാ, ഒരു മിനിറ്റ്. പോടാ. എവിടെ ഒന്നും നടന്നില്ല. വേറെ ചോദിക്കാൻ പോയിരിക്കുന്നു. ഇല്ല ഇല്ല ചേട്ടാ പ്ലീസ്, നടക്കൂല. 500 രൂപ കാശ് ഇതുവരെ തരാൻ പറ്റില്ല. ഒരു രക്ഷയില്ല. ഒരു ടിക്കറ്റ് 500 രൂപയാണ്. ഒരു ടിക്കറ്റ് 500 രൂപയാണെന്ന്. അയ്യോ, ഒന്നും നടക്കൂല. 500 രൂപ നിന്റെ എത്രയുണ്ട് ചേട്ടാ? ടിക്കറ്റ് ഉണ്ടോ? എത്ര? ഞാൻ മാത്രമേ രക്ഷയുണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ 5 പൈസ എന്റെ ഒന്നുമില്ല, ചുമ്മാ. എവിടെ പോണേ? സിനിമ കാണാൻ പറ്റും. പൊൻതുമ്പി വാവാവോ തുമ്പി വാവാവോ തുമ്പി ഉം? നിനക്കേ വലുതാകുമ്പോ ആരാവാൻ ആഗ്രഹം? വലുതാകുമ്പോ എനിക്ക് ശക്തിയുള്ള ഒരു സൂപ്പർ ഗേൾ ആവണം. അതിനെന്താ ചെയ്യണ്ടേ? അതിന് മോള് നന്നായി പഠിക്കണം, അമ്മയും അച്ഛനും പറയുന്നത് അനുസരിക്കണം. ഇത്രയും ചെയ്താൽ സൂപ്പർ ഗേൾ ആവോ? അത് കഴിഞ്ഞ് മോൾ ഒരുപാട് പഠിക്കണം. പഠിച്ച് മോളൊരു IPS വരെ ആവണം. അച്ഛാ,
അത് കഴിഞ്ഞിട്ടാണോ എൻ്റെ കല്യാണം? ഒന്നെണീറ്റേ വാ ഇറങ്ങി. കൂടുതൽ സംസാരിച്ചാലേ നമ്മൾ തമ്മിൽ തെറ്റും. പോയി കിട ഉറങ്ങടി. ചുമ്മാ അല്ല അമ്മ ചവിട്ട് വെളിയിലാക്കി. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു ശ്രദ്ധയില്ല. ഗിരിക്ക് മോളെ വലിയ ഇഷ്ടമല്ലേ? പിന്നെ അല്ലാതെ അവളെന്റെ ജീവനാ സാറേ. എത്രയില്ല? മോള് 2ാം ക്ലാസ്സിലാ. ഭയങ്കര ചട്ടമ്പിയാ. അല്ല സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഒരുപാട് നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. എനിക്കും മോളാ. ആണല്ലേ? മോളെന്ത് ചെയ്യുവാ? ദേ നിന്റെ മാമ വന്നു. ഇനി ഞാൻ പോട്ടെ. വാമോളെ പോവാം. കൊലകെട്ടെന്ന ആവശ്യമുണ്ടല്ലേ? വാ. മോളെ മോളെ അച്ഛനോട് ഒന്നും പോയി പറഞ്ഞു കൊടുക്കല്ലേ. മാമൻ പാവല്ലേ. മോളെ പതുക്കെ പോ. വന്നോ? എന്താടാ താമസ? ജാഥയായിരുന്നു പാർട്ടിയുടെ. വരുന്ന വഴി ജാഥയും പാർട്ടി. കൊച്ചു വിശന്നിരിക്കയല്ലേ? മോള് കഴിക്ക്. വെള്ളം കുടിക്കും മോള്. മാഷേ മാഷേ ആ രഘുവും തമിഴനും കൂടെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. മാഷിനെ ഓർത്താ നമ്മളൊന്നും പറയാത്തെ. മാഷൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇഷ്ടം ഇവനെ കൊണ്ട്. കവറെങ്കിലും മിച്ചം വെക്കോടാ. മോള് കൂടെ പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തനെ ഈ രഘു ആരാണെന്ന്. എനിക്കതിനെ പേടിയില്ല. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യേ മാമ തോറ്റല്ലോ. ഓ ഞാൻ ജയിച്ചല്ലോ. അഭിനയിച്ച പുത്തൻ പുതിയ ചലച്ചിത്രം തിളക്കം ശിവാ തിയേറ്ററിൽ നിങ്ങൾക്ക് മുന്നിൽ ദിവസേന 4 കളികൾ. പോയാലോ? പോയി ചോദിക്കേ. നീ ആരെ പേടിക്കണത്? ഞാൻ പറയും. എനിക്കാരെ പേടിക്കണ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ.
പെണ്ണിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്താ ഒപ്പിച്ചത്? ഞാനാണ് പറയേണ്ടത്, നീയല്ലേ പറയേണ്ടത്. നിനക്ക് പറഞ്ഞോട്, നിനക്ക് പറഞ്ഞോട്. ഞാൻ പറഞ്ഞു. പ്രേക്ഷകരുടെ മനം കവർന്ന നായകൻ ദിലീപ് അഭിനയിച്ച പുത്തൻ പുതിയ ചലച്ചിത്രം തിളക്കം നിങ്ങളുടെ സ്വന്തം ശിവ തിയേറ്ററുകളിൽ. നിങ്ങൾക്ക് മുന്നിൽ ദിവസേന 4 കളികൾ. രാവിലെ 11 മണിക്ക്, 2 മണിക്ക്. വേഗം വാ, സമയം പോയി. ഒന്ന് അണങ്ങി നടക്കണം. നമുക്കൊരു ഓട്ടം വിളിച്ച് പോയാൽ മതി. മോളെ വീഴാതെ സൂക്ഷിച്ച. ഹലോ ഹലോ അച്ഛാ, സൗണ്ട് ഉറക്കെ. ഹലോ. മോളെ ഇന്ന് അച്ഛൻ വരാൻ കുറച്ച് വൈകും. ഇതുവരെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾക്കുള്ള ഭക്ഷണം സുമതിയുടെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ അടുത്തൊന്നും മിണ്ടാ നിൽക്കാൻ പറഞ്ഞു കേട്ടോ. അവരെ കാണുമ്പോൾ അവന് ചൊറിച്ചില്ല. ശരി അച്ഛാ. അതെ, സുമതി ആൻറ്റി ഇപ്പൊ വരും. ദയവേത് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. കുറ്റിട്ടില്ല, കേറിയതല്ലേ. നിന്റെ അമ്മൂമ്മ താടിയാ. എന്തോന്നു മാമ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ വേണ്ടെന്ന്. നീ ചുമ്മാ മക്കളെ, നിനക്ക് രസമല്ലേ. മോളുടെ അച്ഛന്റെ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കാര്യം എനിക്കറിയണ്ട. ആർക്ക് വേണം നിങ്ങളെ ഫുഡ്? ബ്ലാരി കളവി. ആന്റി ഇരിക്ക്. ഞാൻ പോണു. ഇവിടെ ഇരുന്നാലേ എന്റെ കോണം മാറും. എന്റെ മാമ. എത്ര പറഞ്ഞിട്ട് മാമൻ ഇന്ന് സുമതി ആന്റിയോട് വഴക്കുണ്ടാക്കി. എന്തൊക്കെയോ പറഞ്ഞ ആന്റിയെ കളിയാക്കി. ദേഷ്യപ്പെട്ട ആന്റി ഇറങ്ങിപ്പോയത്. പണ്ടേ അവൻ അങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ. 2 അടിയുടെ കുറവുണ്ടവന്. അത് ശരിയാ, പണ്ടേ അതിന്റെ കുറവുണ്ട്. അതുവരെ ഇല്ലാത്ത എന്തൊക്കെയോ മാറ്റങ്ങൾ അവളിൽ ഞാൻ കണ്ടു. മക്കൾ എത്ര പെട്ടെന്നാ വളരുന്നതെന്ന് അന്ന് ഞാൻ അറിഞ്ഞു. എന്റെ പീലി, അവൾ ഇനിയൊരു കുഞ്ഞല്ല. അവൾ എന്നിൽ നിന്ന് അകലുന്ന പോലെ. എന്റെ പീലി, അവളൊരു വലിയ പെണ്ണായി. എത്രയൊക്കെ ചേർത്ത് പിടിച്ചാലും അച്ഛനിൽ നിന്ന് മകൾ അകലേണ്ട ഒരു ദിവസം വരും. അത് പ്രകൃതി നമുക്ക് നൽകിയൊരു ശാപമാണ്. അതുള്ളതാ സാറേ. പക്ഷേ ഇതൊന്നുമല്ലാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട് ഈ പ്രകൃതിക്ക്. ഒരു വൃത്തികെട്ട മുഖം. ഞാൻ പറഞ്ഞില്ലേ, നീ എന്നെ പഠിപ്പിക്കാൻ. അതെനിക്കറിയാം. ഇന്നും തുടങ്ങിയാണ് രാവിലെ. എന്ത് ഒരു കലിപ്പ്? ഇവന്റെ വീട് ചിറങ്ങിയതാണോ തോന്നുന്നുണ്ടാ? അതാണ് ഇങ്ങനെ കിടന്ന് ചിറയണത്. മകളെ
ഇല്ലണ്ണാ, കള്ളക്കളിയൊന്നും കളിക്കില്ല ഏട്ടാ. യോ മണി 10 ആയിടേ, എനിക്കൊരു ഓട്ടോ ഉണ്ട്, ഞാൻ പോന്നു. കട തുറക്കാറായി. പോയിട്ട് വാ. ഓട്ടോ കഴിയണേ. നേരത്തെ തുടങ്ങി. എനിക്ക് ഞാനുണ്ട്. കളി തുടങ്ങി. ചീട്ടറൊക്കെ സമയം പോണം. നിന്റെ കളി നിന്റെ കളിയില്ലേ? കളിച്ചോ കളിച്ചോ. ഇട്ടാ ഇതിപ്പം വല്ല നടക്കൂടെ? വല്ല രക്ഷണ്ട. ദുരന്തമാണല്ലോ. കളി കളി. ഹലോ, ഗിരിയുടെ ഫ്രണ്ട് അല്ലേ? ഗിരിയുണ്ട് അവിടെ? ആ ഗിരിയുണ്ട്. ആ ആ ആ ശരി, ഇപ്പോൾ വരാം. ആരാ? ഡാ, നിന്റെ ഫോൺ അവിടെ? ഓഫാണ്. അത്യാവശ്യമായിട്ട് നിന്റെ വീട് വരെ ഒന്ന് പോകണം. ചെറിയൊരു പ്രശ്നമാണ്. എന്ത് പ്രശ്നം? നീ വാ, പറയാം. എനിക്ക് ഇടിച്ചു മാടാ. ഡാടാ ഡാ, ഞാൻ എടുക്കാം. നീ ഫ്രണ്ടിൽ ഇരിക്കും. നോക്കാം. സർ നോക്കാം. ഓക്കെ സർ, ഓക്കെ ഓക്കെ. എത്ര നനച്ചിട്ട് ഒരു കാര്യമില്ലടേ. രാവിലെ വൈകുന്നേരം വെറുതെ അല്ലേ ഇരിക്കണത്? വെറുതെ ഇരിക്കുന്ന സമയത്ത് വെള്ളം നനച്ചൂടെ? വേറെ പണിയൊന്നുമില്ലല്ലോ, നല്ല കൊഴിച്ചൂടെ? എന്തൊരു മാഷ നിങ്ങള്! ഇതുപോലെ വെള്ളം തന്നെയല്ലേ കിടന്ന് ചാടണം. എന്തിന്? വെള്ളത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഓ ഓ ആ പാർസൽ ഓർമ്മയുണ്ട? വെള്ളത്തിന്റെ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ വെള്ളത്തിന് വേണ്ടി പോയത് ഓർമ്മയുണ്ട? നീ വലിയ വർത്താനൊന്നും പറയണ്ട. സ്മരണ വേണം, സ്മരണ. ആ മോളെ, നിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അച്ഛാ, ഇച്ചിരി ടെൻഷനുള്ള ജോലിയാ. ടെൻഷന്? ഏത് ജോലിക്കാ ടെൻഷൻ ഇല്ലാത്ത? എല്ലാത്തിനും അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ജീവിതം. നാളെ കുറച്ചുപേര് വീട്ടിൽ വരുന്നുണ്ട്. ഏ? നാളെ കുറച്ചുപേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നോട് വർക്ക് ചെയ്യുന്ന ആളാ അരുൺ. അരുൺ നാളെ പേരൻസിനെ കൂട്ടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എതിർത്തൊന്നും പറയാൻ നിൽക്കണ്ട.
അവളിത്ര വലുതായെന്ന് ഞാൻ അറിഞ്ഞില്ല. മാഷിന്റെ പാചകത്തിനെ പറ്റിയൊക്കെ ഞാൻ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളിത് പാരമ്പര്യമായി ചെയ്യുന്ന തൊഴിലാണ്. മുത്തച്ഛൻ ആരംഭിച്ചു, പിന്നെ അച്ഛനെ കൈമാറി, ഇപ്പോൾ ഞാൻ. ഇത് രഘു, സ്ഥിരമായി ഞങ്ങളുടെ കൂടെ താമസം. ഇവളുടെ ഒരു മാമനായിട്ട് വരും. ഓ, അത് ശരി. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്, ടെക്സ്റ്റൈൽ. അത് ശരി. എന്തൊരു പേര്? അരുൺ. എന്തൊരു പണി? ഞാൻ ഇവളോട് തന്നെ വർക്ക് ചെയ്യുന്നു. എന്നെ കുറിച്ചെല്ലാം പറഞ്ഞോളൂ അല്ലേ? ഇല്ലില്ല. ഇവിടെ സെറ്റിൽഡ് ആണ്. കുറെ കാലം പുറത്ത് കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. കുറച്ച് കാലം നാട്ടിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. മോൾക്ക് നൃത്തം, കല? ആ, മിടുക്കിയാണ്. നന്നായിട്ട് പഠിക്കും. പിന്നെ അത്യാവശ്യം ഇതുപോലുള്ള ഡാൻസ്, പാട്ട്, കല ഒക്കെ ഉണ്ട്. മോള് പോയി ചായ എടുത്തിട്ട് വാ. മോള് കഴിക്കും, എടുക്കൂ. മാഷ് ഞങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കും, എന്നിട്ട് അറിയിച്ചാൽ മതി. ആയിക്കോട്ടെ, ഉടനെ അറിയിക്കാം. ഇല്ല മാഷേ, മാഷ് എന്ത് പറഞ്ഞാലും ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാടാ? മാഷിന് എല്ലാം പീലിയോട് തുറന്നു പറഞ്ഞാൽ പോരെ? അതൊന്നും വേണ്ടടാ. അവളുടെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഇത്രയും കാലം മാഷ് എവിടെ പോയാലും എന്ത് കാര്യത്തിനായാലും നിഴലെ പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇനി എന്നെ പ്രതീക്ഷിക്കണ്ട. ഓ പിന്നെ, നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാൻ അറിയില്ല. എന്തുകൊണ്ട് ചെയ്തു? ഒന്ന് നിർത്തന്റെ സദാശിവ, നീ കാര്യത്തിലേക്ക് വാ. എൻ്റെ മാഷേ, ഇപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇത് വിറ്റിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കാനാ? ആകെയുള്ള സമ്പാദ്യം ആ വീടും കാറ്ററിംഗ് സർവീസല്ലേ? അത് വിറ്റിട്ട് തെരുവിലിറങ്ങുന്നതാണ്. കാശാണെങ്കിൽ അത് ഞാൻ തന്നാ പോരെ? ഓ, വലിയ അഭിമാനിയല്ലേ? അതല്ല ശിവ, പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മോളുടെ കല്യാണം ശരിയായതുകൊണ്ടാ. നീ ഇത് ഏറ്റെടുത്ത് നന്നായി നടത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മറുത്തൊന്നും പറയരുത്. ശരി, സമ്മതിച്ചു. ഞാനിത് വാങ്ങാം. മാഷ് ആവശ്യപ്പെട്ടതിലും കൂടുതൽ തുകയ്ക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താണേലും പറഞ്ഞോ. മാഷ് തന്നെ ഇത് ഏറ്റെടുത്ത് കൂടെ നിന്ന് നടത്തണം. അല്ല, അത് പിന്നെ എൻ്റെ മോനടുത്തുള്ളത് അറിയാലോ. ജോലിയും കൂലിയില്ല, ധാരാപരം നടക്കുന്ന ഒരു വഴിപാട് കേസ്. അവനെയും കൂടെ കൂട്ടി മാഷ് തന്നെ നന്നായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ദേ, ഇപ്പോൾ അഡ്വാൻസ്, ഒരാഴ്ചയ്ക്കുള്ളിൽ രജിസ്ട്രേഷൻ. എന്തു പറയുന്നു? ശരി, സമ്മതം. ദാ ചായ കുടിച്ചാലോ സാറേ?
വിരൽ വെക്കാൻ ഇത് എന്തിനാ സ്റ്റീൽ ഗ്ലാസ്സാ? ഡേ ഉള്ള ഗ്ലാസ് ഒക്കെ ഇവിടെ ഇരിക്കല്ലേ, ഇതിലേക്ക് ഞാൻ കുടിച്ചാൽ മതി. ഇത് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ലേ, ഇവിടെ വെച്ചിട്ട് തന്നെ പോണേ. ഓ ഇത് ക്ലബ്ബല്ല, ചായക്കടയാണ്. ഓ ആ എ സിയുടെ കൂളിംഗ് ഒന്ന് കുറ, ഭയങ്കര തണുപ്പ്. ചേട്ടാ 2 ചായ. ഓ ചായ കുടിക്കട്ടെ. ആ ഫ്ലോ കളഞ്ഞു. കടം കൊടുക്കുന്നത് ചേട്ടാ ഒരു സ്ട്രോങ്. അണ്ണോ നിങ്ങളെ ബോർഡ് ചരിഞ്ഞ് കിടക്കണം. നിന്നെയൊക്കെ കരുതിയാണ് ഞാൻ ഈ ബോർഡ് വെച്ചത് തന്നെ. നിങ്ങളെയാണ് വേറെ പാടേക്ക് എടുത്ത് വരും. രാവിലെ മുതൽ ഒരു പണിക്കും പോയാൽ ഞങ്ങൾ ഇവിടെ നിൽക്കണതേ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. ചായ അടിച്ചോണ്ടിരിക്കുമ്പോൾ വല്ല അറ്റാക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ടോടെ ഞങ്ങളെ കാണും. ഇങ്ങനെ മോളും മറ്റേ ബസ്സിലെ കിളിയിലെ ക്ലിഞ്ചോ സുരേഷ് അവനായിട്ട് ഭയങ്കര പ്രേമമാണ്. ഇങ്ങനെ മോള് സുരേഷ് കഴിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഓസണയിലാണ് ഇങ്ങനെ പരാതി. ഇത് ആദ്യമായിട്ടാണോ അതോ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ഗിരി ഓട്ടോ ഡ്രൈവറാണല്ലേ? സി ബ്രെയിൻ സെൽസിനെ ബാധിക്കുന്ന വളരെ റെയറായിട്ടൊരു ഡിസീസാണിത്. കുഞ്ഞുങ്ങൾ വളരെ ആക്റ്റീവായി ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ അവരിൽ വളരെ പ്രയാസമായിരിക്കും. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. ഇറ്റ്സ് ക്യൂറബിൾ. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സർജറി വേണ്ടി വരും. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാവും. എന്നാലും ഡോക്ടർ ഇത്ര പെട്ടെന്നൊക്കെ? എനിക്കത് മനസ്സിലാവും. ഡോണ്ട് ബി സാഡ്. നിങ്ങൾ എത്രയും വേഗം ക്യാഷ് അറേഞ്ച് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഉണ്ടാവില്ല. എന്നാലും ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. പനിമതി നിലവേ അകലെ നീ മറയുവതിന്നെന്തേ ഇരുളൻ നിഴലലമറയേ അരികെ വിധിയൊരു നോവാകും നെഞ്ചോരം കനവേകാ രാവോരം നിൻ തുണയാവാം നോവേറും പൂമയിൽ ഉണരാം ഞാനിന്നാലോരം ഉയിരേ പനിമതി നിലവേ അകലെ നീ മറയുവതിന്നെന്തേ വെറുതെ അവളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ കരയല്ലേ. മരുന്നിനേക്കാൾ അവൾക്കിപ്പോൾ വേണ്ടത് സന്തോഷമാണ്. അവൾ സന്തോഷിക്കട്ടെ. വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ അവൾക്ക് വേണ്ടി നമ്മൾ മാറണം. നീ ചിരിച്ചേ. ഇനി
മകളായി നീയില്ലേ വരമായി ജന്മം എന്നും കാത്തിടാ ഒരു തൂവൽ ചിറകാൻ മേലെ വാനിലുയരാ ഉണരാം ഞാനിന്നാലോലം. ഇത് ഞങ്ങളെല്ലാം കൂടി ചേർന്ന് പിരിച്ചെടുത്ത കുറച്ച് പൈസയാണ്. ഇത് വെച്ചോ, എല്ലാം ശരിയാവൂടാ. ആ പറഞ്ഞോട്ടെ. നീ അന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയപ്പോഴേ അറിയാമായിരുന്നു അവസാനം ഇവിടെ തന്നെ വന്ന് തണ്ടേടി വരും. നാണം ഇല്ലാണ്ട് ഇരക്കാൻ നിൽക്കാതെ ഇറങ്ങി പോടാ. ഗിരി, കുറച്ചേ ഉള്ളൂ, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവൂടാ. എല്ലാം ശരിയാവൂടാ, ഞാനും ഉണ്ട് കൂടെ. ഉയിരേ പനിമതി നിലവേ അകലേ നീ മറയുവതെന്നെന്തേ ഇരുളിൻ നിഴലല മറയേ അരികെ വിധിയൊരു നോവാകും. ആ ഗിരി, ഡോക്ടർ രാജീവ് ഹിയർ. മോളുടെ കാര്യം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. പുള്ളി വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അതെ, ഗിരി ഒരു കാര്യം ചെയ്യും, ഞാൻ നമ്പർ ഫോർവേഡ് ചെയ്യാം. പുള്ളിയെ പോയി ഒന്ന് മീറ്റ് ചെയ്യുമോ വിളിച്ചിട്ട്? ഓക്കെ. ഏയ് ഡോണ്ട് വറി, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ശരി സാർ, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം. ആ നിനക്ക് പരിസരത്ത് എന്താ കുഴപ്പം? വാങ്ങാൻ മാത്രം അറിയത്തോടാ നിനക്ക്. വിചാരിച്ച പോലെ കാശൊന്നും ശരിയായില്ല, അതാ ഞാൻ ഉടനെ കൊണ്ട് അടച്ചോളാം. അത് നീ അടച്ചോ, പൈസ അടച്ച് അണ്ണനെ കണ്ടിട്ട് നീ വണ്ടി എടുത്തോണ്ട് പൊക്കോ. ഇതിപ്പോ ഞാനിങ്ങ് എടുക്കുക, വണ്ടി എടുക്കണം. എല്ലാണത്തിന്റെ കയ്യിൽ നിന്ന് വണ്ടി പൊക്കിയിട്ടുണ്ട്. ആ താ വരുന്നൊരുത്തൻ. എങ്ങോട്ടാ? അണ്ണനെന്ത് കാണാൻ? രണ്ട് പേര് പോയാ മതി. പോ. ഞങ്ങൾ പോയിട്ടോ. നിങ്ങൾ അങ്ങോട്ട് മാറിയില്ലേ? ഓയ്, സാപ്പാട് എടുത്തിട്ട് വാടി. വാ. പേര് എന്നാ? ഗിരി. ഗിരി. എവിടെ இருக்க? எவ்வளோ மாசா பெண்டிங்? அண்ணா அது நீ சொல்லு. 4 മാസം.
ஏன் கட்டல என்னாச்சு? അണ്ണാ കൊച്ചിന് സുഖമില്ല. என்ன? அண்ணா அவன் குழந்தைக்கு உடம்பு சரியில்லைண்ணா, அதான் உங்ககிட்ட கேட்டனா? ரசம் சூப்பர். சென்டிமெண்ட் எதுவும் பேசக்கூடாதுன்னு காசு வாங்கும் போதே நான் சொல்லியிருக்கேன் இல்லையா? அப்போ என் காசு நக்கிட்டு போச்சா? ரெண்டே மாதம், அதுக்குள்ள காசு முழுசா கட்டிடு. அதுக்கப்புறம் நீ உன் வண்டி எடுத்துக்கோ. சரி. ஓய், மிச்ச சொத்தை நாய்க்கு போட்டுரு. കുഞ്ഞു വീടാ, വാടകയ്ക്ക് വിടുന്ന വണ്ടിയും. ഞാൻ വിചാരിച്ച എത്രത്തോളം എത്തണം സാറേ. സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു, പക്ഷേ അതൊക്കെ കൊണ്ട് എന്താവാനാ? ആ, ഇന്നത്തോടെ എല്ലാം ശരിയാവും. ഒരാളെ സഹായിക്കാൻ നേരിട്ടുണ്ട്. അതെ, പപ്പടം പപ്പടം കിട്ടിയില്ലായിരുന്നോ? ഇപ്പൊ വരാവേ. എന്ത് ചെയ്യും? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ ആൾക്കാർക്ക് ഫുഡൊന്നും കറക്റ്റ് കിട്ടുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ പരാതി പറയുന്നുണ്ട്. എടാ, അവിടെ ഒന്നും പപ്പടം കിട്ടിയില്ലാന്ന് മാഷ് അപ്പുറത്ത് പൊരിച്ചോണ്ടിരിക്കുക. മാഷ പപ്പടം ഇപ്പൊ ആവോ? സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിപ്പോ നല്ല സ്പീഡായിരുന്നല്ലോ. ഇപ്പൊ ശുഷ്കാന്തി ഒന്നും ഇല്ലേ? വയസ്സാം കാലത്ത് ഇയാൾക്ക് വീട്ടിലും കാണിരുന്നപ്പോ വെറുതെ മനുഷ്യനെ നിനക്കെടുത്താനായിട്ട്. പെട്ടെന്ന് കൊണ്ടുപോയി ഇങ്ങോട്ട്. കുറച്ച് കൂട്ടിത്തരാന്ന് പറഞ്ഞിരുന്നു. അത് മതി, അടുത്തവണ ആവട്ടെ. ഇപ്പൊ ഒപ്പിട്. സമയത്തൊന്നും വന്നില്ലല്ലോ. ഇത് തന്നെ കൂടുതലാ. ഒപ്പിട്. നിനക്കെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയേ, അല്ലാതെ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? ആ മോളെ, ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? നീ കഴിക്കുന്നില്ല? കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ചോറെടുക്കട്ടെ. വേണ്ട, അച്ഛനോ? മതി മതി. ആ മാഷേ, ഇന്ന് എവിടെയായിരുന്നു പാചകം? ഇവിടെ അടുത്ത് തന്നെ, അമ്പലത്തിനടുത്തായിട്ട്. മോളെ, ഒരു സ്പൂൺ എടുത്തിട്ട് വാ, എന്നിട്ട് ഇത് ഇവർക്ക് വിളമ്പി കൊടുക്കും. വേണ്ട. ആ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കുറച്ച് കഴിക്കേ. വേണ്ട, ഞാനുണ്ടാക്കിയതാ, കഴിച്ചു നോക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മിച്ചം വന്ന ഫുഡൊന്നും വലിച്ചു വാരിക്കൊണ്ട് വരരുതെന്ന്. ഓ, ഇപ്പൊ കേട്ടപ്പോ എന്താ? അയ്യേ, അത് വളരെ മോശമായി പോയി സാറേ. കല്യാണത്തിന് ശേഷം പീലിയിലെ മാറ്റങ്ങൾ കൂടി.
ഞങ്ങൾ തമ്മിലുള്ള അകലവും പിന്നെ രഘു. അന്ന് രാത്രിക്ക് ശേഷം അവനെ ഞാൻ കണ്ടിട്ടില്ല. ഈ വീടും ചുറ്റുപാടും ഒക്കെയായി ഞാനും പൊരുത്തപ്പെട്ടു തുടങ്ങി. ഞാനും എൻ്റെ ജോലികളുമായി ഒതുങ്ങി. അതിനുശേഷം എന്തായി? ആകെ മൂഡ് ഓഫ് ആണല്ലോ സാറേ. ഏയ് അല്ലല്ല, എല്ലാ ദുഃഖങ്ങൾക്കും ഒടുവിൽ ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒടുവിൽ എനിക്ക് സന്തോഷിക്കാനൊരു വാർത്ത. ഞാനൊരു മുത്തശ്ശനാവാൻ പോകുന്നു. അവളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താടാ? ഇവളാണ് ഇപ്പോൾ എൻ്റെ സന്തോഷം. അമ്മ അല്ല, ഇവളെൻ്റെ പീലി തന്നെ. കൊഞ്ചലായി കൂടെ കൂടുവാൻ നീ വരുമോ? എങ്കിൽ ഞാൻ നൽകിടാം എന്നിലെ ബാല്യത്തിൻ 100 ആശകളെ. ആരാരും കാണാതോമൽ കണ്ണാരം പൊത്തിമറയാം. കണ്ടില്ലെന്നാദ്യം തമ്മിൽ കളവ് ചൊല്ലിടാം. കിന്നാരം ചൊല്ലി മറയും പുല്ലായി
പനിക്കാറ്റിൻ കാതിൽ കുയിലമ്മ പാടിയൊരീണം തേടാൻ കൂടെ വാ തിരയും പൂവായി നിന്നെ വിടരൂ നീ എന്നരികെ കൺമണി നിൻചിരി കൊഞ്ചലായി എൻ കൂടെ കൂടുവാൻ നീ വരുമോ എങ്കിൽ ഞാൻ നൽകിടാം എന്നിലെ ബാല്യത്തെ 100 നൂറാശകളെ തണലോരം തിരയാം ഞാൻ നിന്നെ പൂങ്കുരുന്നേ നീ മായല്ലേ കളിച്ചിരി മായാത്ത കളിവീടിൻ തറയിൽ ഇനിയൊന്നായി ചേരാനൊരു മോഹം കുറുമ്പായി നീ എന്നും അരികത്തായി വേണം പൊന്മണി പൈതലേ ഇനി എൻ മിഴിനീർ മായ്ക്കൂ കൺമണി നിൻചിരി കൊഞ്ചലായി എൻ കൂടെ കൂടുവാൻ നീ വരുമോ എങ്കിൽ ഞാൻ നൽകിടാം എന്നിലെ ബാല്യത്തെ 100 നൂറാശകളെ ക്ഷമയെ പ്രതീക്ഷിക്കരുത് നീ വെള്ളം മോന്ത കാണുമ്പോഴേ എനിക്ക് ഇരച്ചു വരുമോ ഞാൻ തല്ലി ഇറക്കി വിടുന്നതിനേക്കാൾ നല്ല നീ ഇറക്കി വിടുന്ന ഉളുപ്പില്ലേടി അയാൾക്ക് എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് ഈ വീട്ടിലിങ്ങനെ പട്ടിയെ പോലെ കിടക്കാൻ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അതാരും തിരിച്ചു തരും എന്റെ തണ്ട കൊണ്ട് തരുമോ
മാനേജറിനെ ഞാൻ വിളിച്ചിരുന്നു. ആ ഇരിക്കൂ, ഞാൻ വിളിക്കാം. ഓക്കെ ഇരിക്കും. ഞങ്ങൾ വിളിച്ചിരുന്നു. ആ മനസ്സിലായി. ഇവിടെ എല്ലാം തയ്യാറാണ്. ആളെവിടെ? ആള് ഇവിടത്തെ കുട്ടിയാ. മോളുടെ പേരെന്താ? അമ്മു സംസാരിക്കില്ല. ഈ മോളെ ഞങ്ങൾക്ക് തരുമോ? അച്ഛൻ്റെ കാര്യത്തിൽ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പക്ഷേ മോളുടെ കാര്യത്തിൽ കുറച്ച് ടൈം എടുക്കും. അല്ല, പഴയ രജിസ്റ്റേഴ്സൊക്കെ എടുക്കണം. അകത്തെല്ലാം വലിച്ചുവാരി ഇട്ടേക്കുക. മോളുടെ രജിസ്റ്റർ അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സർ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് നോക്കാമോ? ശരി, നിങ്ങളോട് ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വരൂ, നോക്കാം. വാ. കിട്ടിയില്ല. നോക്കൂ. എന്താടി? എന്താ കാര്യം? എന്തിനാ കരയുന്നെന്ന്?
വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ഇതാ ഇവിടെ മതി. അപ്പോൾ ഗിരി ഇനി എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ല സാറേ, കാശിൻ്റെ കാര്യം. അതൊക്കെ ശരിയാവോടോ, ധൈര്യമായിരിക്കും. ഞാൻ പോയിട്ട് വാ. ശരി സാർ, നമുക്കിനി കാണാം. ഗിരിയല്ലേ? ആ, ഈ റിപ്പോർട്ടിൽ മോളുടെ അസുഖത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതെൻ്റെ ലാൻഡിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ നമ്പരും ഉണ്ട്. അതിൽ വിളിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മതി. കാശ് അവർ തരും. സാറി, കുട്ടിയപ്പൻ വൈഫിൻ്റെ ഫാദറാ. ഉള്ളി മരിച്ചുപോയി. സാറേ, വളരെ ഉപകാരം. ഞങ്ങൾ വിളിച്ചിരുന്നു. ആ, മോളുടെ പേരെന്താ? അമ്മു സംസാരിക്കില്ല.
സർ പ്ലീസ്. എന്തായി? എൻ്റെ പീലീത കണ്ടാൽ അവൾക്കിത് താങ്ങാനാവില്ല. ഒരു പക്ഷേ അവളെന്നെ തിരിച്ചുകൊണ്ടു പോകുമായിരിക്കും. പക്ഷേ പിന്നെ അവളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായെന്ന് വരില്ല. അവർക്കിടയിൽ ഞാനൊരു ഭാരമാകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ സത്യം എന്നോട് കൂടി മണ്ണടിയട്ടെ. ഫയൽ കിട്ടി. ഞാൻ അന്നെ പറഞ്ഞതല്ല മാഷേ, വിട്ടേക്കട. നീ ഏട്ടിൽ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട മാഷേ. എൻ്റെ അടുത്തിന് ഇതേ ഉള്ളൂ. ഇത് മോള് വെച്ചോ, മിടുക്കിയാവണ കേട്ടോ. നമ്മുടെ ആരുമല്ല മോളെ, നീ കയറി. തുറക്ക്. ചില സമയത്തെ ദൈവം ചില ദൂതന്മാരായി അങ്ങനെ നമ്മുടെ കുടുംബത്തിലോട്ട് വന്ന ദൈവദൂതനാത്. പോ ചെല്ല്, പോ. മോളെ ചുന്ദരി വാവേ, അവന്റെ പൊന്നുമോളല്ലേ രഘുമാമെന്ന് വിളി. പറ രഘുമാമനെന്ന് പറ. ചക്കരയല്ലേ? നിങ്ങളിത് എന്ത് മനുഷ്യനാണ് സാറേ? ഇത്രയും സ്നേഹിച്ചൊരച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും സാറെന്തിനാ ആദ്യം എന്നോട് അങ്ങനെ പറഞ്ഞത്? അങ്ങനൊക്കെ നടന്നിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ആകെയുള്ള സമ്പാദ്യല്ലേ, സാർ തന്നെ അത് വെച്ചോ. വേണ്ടടോ, എപ്പോഴോ മരിച്ച എനിക്കിതെന്തിനാ? ഇതിന്റെ ആവശ്യം ഇപ്പൊ തനിക്കാ. സാറേ, ഇതിനൊക്കെ ഞാൻ താൻ പോടോ. ചെല്ല്.
ചികിത്സയ്ക്ക് ശേഷം മോളെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? പറഞ്ഞ മനസ്സിലായടാ? മനസ്സിലായോന്ന് ഉത്തരം പറ. നീ ഒന്നും പേടിക്കണ്ട കേട്ടോ. ഞാനുള്ളപ്പോൾ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. ഒരാളും കൂടി ഉണ്ട് കേട്ടോ. സാറേ, ഒരായുസിന്റെ മുഴുവൻ സന്തോഷവും നമ്മുടെ ഈ കൈവെള്ളകളിൽ അനുഭവിച്ചിട്ടുണ്ടോ? എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഈ കുട്ടി ഇന്ന് ഇവിടെ ഒരു മാതൃകയാവുകയാണ്. ഒരു കൊച്ചു എഴുത്തുകാരി എന്ന നിലയിൽ ഈ കഥയിലെ അർത്ഥശുദ്ധിയും വിവരണ ശൈലിയും അതിഗംഭീരമായിട്ടുണ്ട്. ഈ പുസ്തകം എല്ലാവരും വായിക്കണം. ഈ മിടുക്കിയുടെ ജീവിതത്തിൽ ഈ പുസ്തകം ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട MLA സാറിൻ്റെ വാക്കുകൾക്ക് വളരെ നന്ദി. അടുത്തതായി കഥകളുമായി ഏറെ അടുപ്പമുള്ള വ്യക്തി എന്ന നിലയിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ ലാൽ ജോസ് അവർകളെ രണ്ടു വാക്ക് സംസാരിക്കുവാനും ഈ ചടങ്ങിൻ്റെ പ്രധാന കർത്തവ്യമായ പുസ്തക പ്രകാശനത്തിനുമായി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകം ഞാൻ വായിച്ചു. അതിൻ്റെ കാരണക്കാരൻ നമ്മുടെ ബഹുമാന്യനായ MLA ആണ്. അദ്ദേഹം വരാൻ വൈകിയതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഈ പുസ്തകം വായിക്കാൻ കഴിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ എവിടെയും തൊടാത്ത കുറേ ഭംഗിവാക്കുകൾ കൊണ്ട് എനിക്ക് സംസാരം അവസാനിപ്പിക്കേണ്ടി വന്നേനെ. റീഡബിലിറ്റിയുള്ള രസകരമായി വായിച്ചു പോകാവുന്ന ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. പക്ഷേ അപൂർവം ചിലത് മാത്രമേ നമ്മുടെ മനസ്സിനെ സ്പർശിക്കൂ. ഇത് അത്തരം ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ എന്നെ ഇംപ്രസ് ചെയ്ത എഴുത്തുകാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരിക്കും ഈ എഴുത്തുകാരി. അമ്മുവിൻ്റെ വാക്കുകളിലൂടെ ഈ കഥയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മു, ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ? വെൽക്കം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. എൻ്റെ ഈ പുസ്തകം ഇത് വെറും കഥയല്ല, എൻ്റെ സ്വന്തം ജീവിത കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം എനിക്ക് വളരെ അടുപ്പമുള്ളവരാണ്. ഇതിലെ എൻ്റെ കഥാപാത്രം ഏതാണെന്ന്
ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജന്മം കൊണ്ട് അനാഥയാണെങ്കിലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പിന്നെ നിങ്ങളിപ്പോൾ കേൾക്കുന്ന എൻ്റെ ശബ്ദത്തിനുടമയും എൻ്റെ ഉറ്റ സുഹൃത്തുമായ രേണുക, എൻ്റെ കഥയിലെ തുമ്പി പെണ്ണ്. കുട്ടിയപ്പനും ദൈവദൂതരും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു വായനാനുഭവമാണ്. പക്ഷേ അതിലെ ചില കഥാപാത്രങ്ങൾ ഇവിടെ നമുക്കിടയിലുണ്ടെന്ന് അറിയുമ്പോൾ അതെനിക്കൊരു പുതിയ അനുഭവവും അനുഭൂതിയുമാണ് നൽകുന്നത്. കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എത്ര പേർ മാനസികമായും ശാരീരികമായും ചലഞ്ചറായിട്ടുള്ള കുട്ടികളെ അഡോപ്റ്റ് ചെയ്യും? അമ്മുവിൻ്റെ മാതാപിതാക്കൾ ഒരു മാതൃകയാണ്. അമ്മുവിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയായ ഹെലൻ കെല്ലറിനെയാണ്. കാഴ്ചയോ കേൾവിയോ ഇല്ലാതെ 12ഓളം പുസ്തകങ്ങൾ എഴുതിയ ഹെലൻ കെല്ലർ വൈകല്യങ്ങളെ പഴിച്ചു കഴിയുന്ന ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന എഴുത്തുകാരിയായിരുന്നു ഹെലൻ കെല്ലർ. അമ്മു അത് തന്നെയാണ് ചെയ്യുന്നത്. അമ്മുവിൻ്റെ സാഹിത്യ സഭയ്ക്ക് ഞാൻ എല്ലാ നന്മകളും നേരുന്നു. അവസാനമായി ഈ കഥയിലെ കുട്ടിയപ്പൻ എന്ന കഥാപാത്രം നമുക്കിടയിലുണ്ടോ? അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹമായിരുന്നിരിക്കും. താങ്ക് യു സർ. അടുത്തത് പുസ്തക പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യാനായി ലാൽ ജോസ് അവർകളെയും അത് ഏറ്റുവാങ്ങാനായി MLA അവർകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. മരിച്ചവർ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ എവിടെയൊക്കെയോ നമുക്ക് ചുറ്റും അവരും ഉണ്ടാവും. ജീവിച്ചിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരായിരുന്നവർ മരണത്തിന് ശേഷവും എപ്പോഴും ഒപ്പം തന്നെയായിരിക്കും. മനുഷ്യരായാലും അവർ സ്നേഹിച്ച മൃഗങ്ങളായാലും. കിളിമരത്തണലോരം തിരയാം ഞാൻ നിന്നെ, പൂങ്കുരുന്നേ നീ മായല്ലേ, കളിച്ചിരി മായാത്ത കളിവീടിൻ തറയിൽ ഇനിയൊന്നായി ചേരാനൊരു മോഹം, കുറുമ്പായി നീ എന്നും അരികത്തായി വേണം, പൊന്മണി പൈതലേ ഇനി എൻ മിഴിനീർ മായ്ക്കൂ. കൺമണി നിൻചിരി കൊഞ്ചലായി കൂടെ കൂടുവാൻ നീ വരുമോ, എങ്കിൽ ഞാൻ നൽകിടാം എന്നിലെ ബാല്യത്തിൻ 100 ആശകളെ. ആരാരും കാണാതോമൽ കണ്ണാരം പൊത്തിമറയാം, കണ്ടില്ലെന്നാദ്യം തമ്മിൽ കളവ് ചൊല്ലിടാം, കിന്നാരം ചൊല്ലി മറയും പുല്ലാനി കാറ്റിൻ കാതിൽ കുയിലമ്മ പാടിയൊരീണം തേടാൻ കൂടെ വാ, തിരയും